57-ാമത്തെ പേജിലെ 7-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. PQRS എന്ന് പറയുന്നതല്ലേ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എല്ലാവരും ശ്രദ്ധിച്ചേ ഇങ്ങോട്ട്. ഇവിടെ നമ്മള് ആദ്യം ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കണ്ടല്ലോ, അത് നമ്മൾ അളവ് കൊടുക്കാൻ പോകും. ആദ്യം ഇതിന് നമുക്ക് അളവ് കൊടുക്കാൻ പോകണം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇതൊരു സൈക്ലിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം ആംഗിൾ എക്ക് നമ്മൾ സ്മാൾ എ എന്നും, ആംഗിൾ ബിക്ക് നമ്മൾ സ്മാൾ ബി എന്നും, ആംഗിൾ സിക്ക് സ്മാൾ സി എന്നും, ആംഗിൾ ഡിക്ക് സ്മാൾ ഡി എന്നും നമ്മൾ അളവ് കൊടുക്കും. അളവ് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ രണ്ട് ട്രയാങ്കിളുകളെ നമ്മൾ എടുക്കുന്നു. അപ്പൊ തന്നെ നമ്മളുടെ പണി കഴിഞ്ഞു. ഏതൊക്കെ ട്രയാങ്കിൾ എടുക്കുന്നു? ആദ്യം ഈ BQC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എടുക്കുന്നു. BQC ട്രയാങ്കിൾ BQC. ഈ BQC എന്ന് പറയുന്നത് ട്രയാങ്കിൾ BQC എടുത്തേ. അതില് ട്രയാങ്കിൾ BQC എടുക്കണ്ട, കണ്ടുപിടിക്കേണ്ട Q. അത് നമുക്ക് ട്രയാങ്കിൾ BCQ എന്ന് എടുക്കാം. BCQ ട്രയാങ്കിൾ BCQ. ഈ ട്രയാങ്കിൾ കണ്ടല്ലോ എല്ലാവരും ട്രയാങ്കിള്. ആ BCQയില് ആംഗിൾ Q എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ആംഗിൾ BQC. ആംഗിൾ BQC നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞേ. നമ്മളിവിടെ ആംഗിൾ B നമ്മൾ എന്തായിട്ട് എടുത്തത്? സ്മാൾ ബി എന്നല്ലേ എടുത്തത്. അപ്പൊ ഇതിനെ മുറിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? ഹാഫ് ബി അല്ലേ. അതേപോലെ ഇവിടെ സ്മാൾ സി എന്നല്ലേ എടുത്തത്. അപ്പൊ ഇതെന്തായിരിക്കും? ഹാഫ് സി. അങ്ങനെയാണെങ്കിൽ BQC കാണണമെങ്കിൽ 180 ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് കുറച്ചാൽ പോരെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? 180 മൈനസ് ഹാഫിനെ കോമൺ ആയിട്ട് കൊടുത്താൽ B പ്ലസ് കൊടുത്തൂടെ? കാര്യം മനസ്സിലായോ? BQC എടുക്കാൻ നമ്മൾ എന്തെടുത്തു? 180യിൽ നിന്ന്. ഇതൊരു ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാ? 180. 180ൽ നിന്ന് നമ്മള് ഈ B, ഇതിനെ എന്താ എടുത്തത്? B എന്നാണ് എടുത്തത്. ഇതിനെ മുറിക്കുമ്പോൾ ഈ ആംഗിൾ എന്തായിട്ട് മാറും? ഹാഫ് B എന്നായിട്ട് മാറും അല്ലേ. അത് വിശദമായിട്ട് എഴുതണോ ഞാൻ? മനസ്സിലാവോ? വേണമെങ്കിൽ എഴുതാം. എഴുതണ്ടല്ലോ. മനസ്സിലായില്ലേ സംഭവം? 180 മൈനസ് ഹാഫ് B പ്ലസ് സി എന്ന് കൊടുക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയ മക്കളെ, ഈ Q എന്ന് പറയുന്നത് BQC എന്ന് പറയുന്നത് 180 മൈനസ് ഹാഫ് B പ്ലസ് സി അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ വരുന്നത് ഈ ആംഗിൾ ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് ആംഗിൾ. ആ ആംഗിൾ എന്താ വിളിക്കുക? PQR എന്നല്ലേ വിളിക്കുന്നേ അല്ലേ. PQR അപ്പൊ എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? സെയിം അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഈക്വൽ അല്ലേ. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ PQR എന്ന് പറയുന്നതും 180 മൈനസ് ഹാഫ് ഇൻറ്റു B പ്ലസ് സി. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ ആർ ഈക്വൽ. മനസ്സിലാ? ഈ ആംഗിളും എന്തായി? ഈക്വൽ. പറഞ്ഞ ആരും സെറ്റ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ആംഗിളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ആംഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ ആംഗിൾ ഈ ട്രയാങ്കിൾ അല്ലേ വരുന്നേ. അതിനെങ്ങനെ പേര് കൊടുക്കുക? ട്രയാങ്കിൾ SAD അല്ലേ. SAD ആരെ നമ്മൾ എടുക്കുന്നത്? എസിനെ. അപ്പൊ ആംഗിൾ ASD എത്ര തന്നെ ആയിരിക്കും കിട്ടുക? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 180 മൈനസ് ഹാഫ് എയുടെ പകുതി A പ്ലസ് ഡിയുടെ പകുതി D അല്ലേ. അങ്ങനെ വരാൻ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആരാ? ഇതല്ലേ, PSR അല്ലേ. ആംഗിൾ PSR എത്ര തന്നെ വരും? 180 മൈനസ് ഹാഫ് A പ്ലസ് സി. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സെറ്റ് അല്ലേ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, PQRഉം PSRഉം ഇത് രണ്ടും നമുക്ക് കിട്ടിയത്. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ രണ്ട് ആംഗിൾ അല്ലേ. അത് രണ്ടും എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. അത് രണ്ടും ജസ്റ്റ് ഒന്ന് കൂട്ടിയേ. ആംഗിൾ PQR പ്ലസ് ആംഗിൾ PSR രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും നോക്ക്?
പി ക്യു ആറിന്റെ വാല്യൂ എത്ര 180 മൈനസ് ഹാഫ് ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് അടുത്ത് 180 മൈനസ് ഹാഫ് ഇൻറ്റു എ പ്ലസ് സി. ഇവിടെ നോക്കിയേ 180 കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും 360 അല്ലേ മൈനസ് ഹാഫ് ഇൻറ്റു ഇത് മൊത്തത്തില് ഹാഫ് രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ടല്ലോ സിമ്പിൾ. എന്നിട്ട് മൊത്തത്തിൽ ഒരുമിച്ച് അങ്ങ് എഴുതിയേ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി അല്ലേ. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഇതല്ലേ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. ഒരു കോർഡിനേറ്ററിന്റെ സൈഡുകളല്ലേ ആംഗിളുകളല്ലേ അല്ലേ. അപ്പൊ അത് മൊത്തവും കൂടി കൂട്ടിയാൽ ഒരു കോർഡിനേറ്ററിൽ മൊത്തവും കൂടി 4 സൈഡും കൂടി കൂട്ടി എത്ര വരും 360. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം 360 എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ. ഒരു കോർഡിനേറ്ററിന്റെ ടോട്ടൽ വാല്യൂ എത്ര 360 അല്ലേ. ഇത് ഇങ്ങോട്ട് കുറച്ചാലും എത്ര കിട്ടും പെട്ടി എത്ര കിട്ടും 360നെ 2 കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ 180. ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ. മുകളിലോട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതാം ബാക്കി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം 360ൽ നിന്ന് 180 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും 180 എന്ന് കിട്ടും. ആരാ 180 പി ക്യു ആറും പി എസ് ആറും. പി ക്യു ആർ ആരാകാ ഇത് പി എസ് ആർ ആരാകാ ഇത്. ഈ രണ്ട് ആംഗിളും അല്ലേ ഓപ്പോസിറ്റ് അല്ലേ. ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്താ വന്നിരിക്കുന്നത് 180 അല്ലേ. അങ്ങനെ 180 വന്നാൽ അത് എന്താണ് സൈക്ലിക് അല്ലേ. അപ്പൊ നമുക്ക് പറയാം പി ക്യു ആർ എന്ന് പറയുന്നത് എന്താണ് സൈക്ലിക്. അപ്പൊ നമുക്ക് ലാസ്റ്റ് എഴുതാം പി ക്യു ആർ എസ് ഇസ് എ സൈക്ലിക് കോർഡിലാറ്ററൽ. പി ക്യു ആർ എസ് is a cyclic quadrilateral. PQRS is a quadrilateral. Hence it is proved. Hence it is proved. That's it. ഇത്രേ ഉള്ളൂ. ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയി. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് the first picture below points P, Q, R are marked on the side BC, CA, AB of the triangle ABC or circumcircle of the triangle AQR and BRP are drawn. They intersect at the point S inside the triangle. ഇവിടെ ഈ 3 സർക്കിളും കൂടി കടന്നു പോകുന്നത് ഇന്റർസെക്ട് ചെയ്യുന്നത് എസ്സിലാണ്. Prove that the circumcircle of the triangle CPQ also passes through S. അതാണ് the second picture. ഇതിലൂടെയാണ് ഈ എസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഈ 2 പിക്ചറും കടന്നു പോകുന്ന ഏതിലൂടെയാണ് എസ്സിലൂടെയാണ്. മൂന്നാമതൊരെണ്ണം വരച്ചാൽ ഒരു സർക്കം സർക്കിൾ വരച്ചാൽ അതും ഏതിലൂടെ കടന്നു പോകുന്നു എസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഫസ്റ്റ് ഫിഗർ ജോയിൻ പി എസ് ക്യു എസ് ആർ എസ് ഫൈൻഡ് റിലേഷൻ ദ ആംഗിൾസ് എന്നൊക്കെ പറഞ്ഞ് ഹിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. പല രീതിയിൽ പലരും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സംഭവം. നോക്കിയാൽ സിമ്പിൾ ആണ്. ഇതൊരു മെത്തേഡ് സിമ്പിൾ മെത്തേഡാണ്. നോക്കിയാൽ നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററൽ വേണമെന്നുണ്ടെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ ഒരു സർക്കിളിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചൊരു മെത്തേഡ് ഉണ്ടല്ലോ അല്ലേ. ഒരു സർക്കിളിനകത്താണ് ക്വാഡ്രിലാറ്ററൽ എങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എത്രയായിരിക്കും 180 ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും 180 മൈനസ് എക്സ്. ഇങ്ങനെ ഒരു റൂൾ കൂടി നമ്മൾ പഠിച്ചായിരുന്നല്ലോ. വെളിയിലോട്ടൊരു വഴി കൊടുത്താൽ ഇവിടെ എന്തായിരിക്കും എക്സ്റ്റേണൽ ആംഗിൾ എത്ര ആയിരിക്കും എക്സ്. അപ്പൊ അതിന്റെ എക്സ്റ്റേണൽ ആംഗിളിന്റെ അകത്തുള്ള ഓപ്പോസിറ്റ് വെർട്ടക്സ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ എന്തായിരിക്കും എക്സ് ആയിരിക്കും. ഈ റൂൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്യാം. നോക്കിയേ ഞാൻ ഇവിടെ ഇതങ്ങ് ജോയിന്റ് ചെയ്യാണ്. ഇവിടെ ഇവിടെ ഈ ഭാഗം ഞാൻ ഇങ്ങനെ ജോയിന്റ് ചെയ്തു. ഇവിടെ നോക്കിയാ മക്കളെ ഈ ആംഗിളും ഇവിടെ വരുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ ഈ ആംഗിള് ഇവിടെ വരുന്ന ഈ ആംഗിളും കൂടി എന്ത് മതി ഇവിടെ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടിയാൽ മതി 180 കിട്ടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് പ്രൂവ് ചെയ്യാനുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യും കറക്റ്റിന് കിട്ടും. ഇവിടെ നോക്കിയേ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടങ്ങ് ജോയിന്റ് ചെയ്യും. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഈ ജോയിന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ജോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ നമ്മൾ എന്ത് കിട്ടും ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടണം 180 കിട്ടണം. 180 കിട്ടിക്കഴിഞ്ഞാൽ ആ സർക്കിളിലൂടെ ഈ കോർഡിലാറ്ററിൽ കടന്നു പോകുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്തൂടെ. ഒരു സർക്കിളിലൂടെയാണ് കോർഡിലാറ്ററിൽ കടന്നു പോകുന്നത്. ഇങ്ങനെ ഇന്നലെ ഒരു സ്ക്വയർ ഒരെണ്ണം വരച്ചില്ലേ.
ഇപ്പൊ ഇത് ഈ രീതിയിൽ നമ്മൾ ഇതിനെ ഒന്ന് ജോയിന്റ് ചെയ്തപ്പോൾ ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആയില്ല. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ കാണുന്നില്ല നിങ്ങൾ. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിരിക്കും? 180 180 ആയിരിക്കും അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ എക്സ്, ഇവിടെ വെളിയിൽ എക്സ് ആണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. അതേപോലെ നമ്മൾ ഇവിടെ ഒന്ന് ജോയിന്റ് ചെയ്തപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും കൂടി വരുമ്പോൾ എത്ര വരണം? 180 വരണം. ഇത് പ്രൂവ് ചെയ്താൽ ഈ സർക്കിളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അതിനുവേണ്ടി നമ്മൾ നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഇങ്ങോട്ടൊന്ന് ആലോചിച്ചേ. ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ടൊരു ലൈൻ നമ്മൾ ഇങ്ങോട്ടൊന്ന് വരച്ചെന്ന് വിചാരിച്ചു. ഇങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്യും. ഈ ലൈൻ എത്രയായിരിക്കും? ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? എക്സ് ആയിരിക്കത്തില്ലേ? ഈ ആംഗിൾ എക്സ് ആയിരിക്കത്തില്ലേ? കണ്ട, ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ജോയിന്റ് ചെയ്തപ്പോ ഈ വെളിയിലോട്ടല്ലേ ഈ ആംഗിൾ പോകുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എക്സ് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈ എന്ന് കൊടുത്താലോ? ഇത് നമ്മൾ ഈ ആംഗിൾ മതിയല്ലോ. ഇവിടെ വൈ ആണെന്നുണ്ടെങ്കിലോ ഇവിടെ എന്താ വെളിയിലോട്ടല്ലേ പോകുന്നത്? ഇവിടെ എത്ര ആയിരിക്കും? വൈ ആയിരിക്കും. സംഭവം കഴിഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് വന്നു? എക്സ്. ഇവിടെ എന്ത് വന്നു? വൈ. ഈ വലിയ ട്രയാങ്കിൾ എടുത്ത എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ എ എന്ന് പറയുന്നത് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് വൈ ആണ്. ഇത് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു സെഡ് എന്ന് കൊടുക്കും. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ഇപ്പൊ ഇത്രയും ജോയിന്റ് ചെയ്തത് മനസ്സിലായോ? ആദ്യം നമ്മൾ എന്തായിരുന്നു? ഈ ക്വാഡ്രിലാറ്ററിനെ ഇങ്ങോട്ട് ജോയിന്റ് ചെയ്തപ്പോൾ ഈ ആംഗിളും എന്ത് കിട്ടി? ഒരു സർക്കിളിലൂടെ കടന്നു പോകുന്നതാണെന്ന് കിട്ടി. മനസ്സിലായില്ലേ? ഇങ്ങനല്ലേ സർക്കിൾ നിന്നത്? മൂന്നാമത്തെ സർക്കിളാണ്. ഇങ്ങനെയാണ് നിന്നത്. കണ്ടോ? ഇതിനെ നമ്മൾ എങ്ങനെ ജോയിന്റ് ചെയ്തു? ഇങ്ങനെ ജോയിന്റ് ചെയ്തു. ഈ രീതി ജോയിന്റ് ചെയ്തപ്പോഴാണ് ഈ ആംഗിളും എത്രയാണെന്ന് കിട്ടുന്നത്? 180 ആണെന്ന് കിട്ടുന്നത്. സെറ്റായ? അതാണ് ഇവിടെ ജോയിന്റ് ചെയ്ത്. സെറ്റായ പറഞ്ഞ കാര്യം? അങ്ങനെ ജോയിന്റ് ചെയ്തപ്പോൾ ഇതും 180 ആണെന്ന് കിട്ടി. ക്ലിയർ? ഇത് 180 ആക്കാൻ ഇവിടെ നമുക്കൊന്നുമില്ല. അതിനുവേണ്ടി ഈ ലൈനിനെ, ഇവിടെ നിന്നുള്ള ഈ ലൈനിനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് നീട്ടി. കണ്ട, ഈ ലൈനാണ് ഇങ്ങോട്ട് നീട്ടിയത്. കണ്ട, നീട്ടിയപ്പോൾ ഇവിടെ ഒരു കോർഡിനേറ്റ് നമുക്ക് കിട്ടിയില്ല. ഇതാണ് എ. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം എന്താവും? എക്സ് ആവും. ക്ലിയർ? ഇനി താഴോട്ട് ഇറങ്ങാം. ഇതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? വൈ. ഇവിടെ വൈ ആണെങ്കിൽ ഇവിടുന്ന് ഈ കോർഡിനേറ്റ് ഇങ്ങോട്ട് പോകുന്നത് എന്തായിരിക്കും? വൈ. സെറ്റായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഇവിടെ എക്സ്, ഇവിടെ വൈ എടുത്ത്. ഇനി ആംഗിളുകൾ നമുക്ക് എടുത്ത് എഴുതിയാൽ മതി. നമുക്കൊന്ന് നോക്കാം. ഈ ഫിഗർ മനസ്സിലായില്ലേ? ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ. നോക്കിയേ, ഈ ആംഗിൾ ട്രയാങ്കിൾ എ ബി സി, വലിയ ട്രയാങ്കിൾ എ ബി സി എടുക്കുന്നു. എ ബി സിയിൽ ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ആണ്, ആംഗിൾ ബി എന്ന് പറയുന്നത് വൈ ആണ്, ആംഗിൾ സി എന്ന് പറയുന്നത് സെഡ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിവിടെ ജോയിന്റ് ചെയ്തപ്പോൾ ഇവിടെ ഏതാ കിട്ടിയത് നമുക്ക്? ക്യു എസ് പി. ആംഗിൾ ക്യു എസ് പിയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് ക്യു, ഇത് എസ്, ഇത് പി. ക്യു എസ് പിയും സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. ആംഗിൾ ക്യു എസ് പി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180. സൈക്ലിക്. ക്ലിയർ ആയല്ലോ? ഇത് നോക്കിയേ, നമ്മളിവിടെ ക്യു എ ആർ എന്ന് പറയുന്ന ആംഗിളിനെ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. ആംഗിൾ ക്യു എ ആർ ഇസ് ഈക്വൽ ടു എക്സ്. അങ്ങനെ വന്നപ്പോൾ എക്സ് ആയിട്ട് വന്നപ്പോൾ ഏത് ആംഗിൾ എക്സ് ആയി? ക്യു എസ് സി എന്തായി? എക്സ് ആയില്ലേ? ആംഗിൾ ക്യു എക്സ് സി എന്തായി? എക്സ് ആയി. സോറി, ക്യു എസ് സി എക്സ് ആയി. എന്താ കാര്യം? എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്? സെയിം ആസ്
ഇന്റീരിയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അത് എഴുതി വെക്കാലോ. അത് എഴുതി വെക്കണം. എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ സെയിം ആസ് ഇന്റീരിയർ ഓഫ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. നേരത്തെ ആ റൂൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെക്കാം. അപ്പൊ ഇവിടെ എക്സ് ആയി. ഇനി അടുത്ത ആരാ? ആർ ബി പി. ആർ ബി പി ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ആർ ബി പി എടുത്തു നമ്മള്. ആർ ബി പി ഇസ് ഈക്വൽ ടു വൈ. ആർ ബി പി വൈ ആയപ്പോൾ ആര് വൈ ആയി? ഇയാൾ വൈ ആയി. അയാൾ ആരാണ്? ആംഗിൾ സി എസ് പി എത്രയായി? വൈ ആയി. ക്ലിയർ അല്ലേ എഴുതുന്ന കാര്യം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എന്തെങ്കിലും ഡിസ്റ്റ് ഉണ്ടോ നോക്കിയേ. ഇവിടെ എക്സും വൈയും ഇവിടെ കിട്ടിയില്ലേ? ഇവിടുത്തെ എക്സും വൈയും ഇവിടുത്തെ സെഡും കൂടി കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ഈ മൊത്തം സെഡും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത് നമുക്ക്? എന്താ കിട്ടുക ആംഗിള്? എക്സ് വൈ സെഡ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180. ഒരു ട്രയാങ്കിൾ അല്ലേ അത്? ഇതൊരു ട്രയാങ്കിൾ അല്ലേ? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലേ? നേരത്തെ എഴുതിയ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എത്രയാണ്? 180. ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ആണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് വൈ ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് സെഡ് ആണ്. 180 എന്ന് കിട്ടും. മനസ്സിലായി പറഞ്ഞ കാര്യം? നോക്കിയേ, എക്സും വൈയും സെഡും കൂടി 180 ആയി. ഇനി ആ എക്സ് പ്ലസ് വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ സെഡിനെ അങ്ങ് മാറ്റാം. എക്സും പ്ലസും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് പ്ലസ് വൈ അല്ലേ ഇവിടെ വരുന്നത്? ഇവിടെ സെഡ് അല്ലേ വരുന്നത്? അല്ലേ? സിയുടെ ഭാഗത്ത് ആരാ വരുന്നത്? സെഡ്. ഇവിടെ ആരാ വരുന്നത്? എക്സും വൈയും. നമ്മളിതാ നേരത്തെ എഴുതി വെച്ചത് ഈ കാര്യം ഒന്നെടുത്ത് എഴുതിയേ. ആംഗിൾ ക്യു എസ് പി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എത്രയാണ്? 180. ആംഗിൾ ക്യു എസ് പി എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സും പ്ലസ് വൈയും അല്ലേ? ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസഡ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 180. കണ്ടോ? ഈ സാധനത്തിന് ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. ക്യു എസ് പിക്ക് പകരം ആരെ എഴുതി നമ്മൾ? ക്യു എസ് പിക്ക് പകരം എക്സും വൈയും കൂടി കൂട്ടി എഴുതി. കണ്ടോ? സിക്ക് പകരം ആരെ എഴുതി? സെഡിനെ എഴുതി. ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 180. ക്ലിയർ ആയ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഈ ആംഗിളും ഈ ആംഗിളും എന്തായി? സൈക്ലിക് ആയി. സൈക്ലിക് ആയി കഴിഞ്ഞാൽ അതിനകത്തുള്ള പരിവൃത്തവും എന്തായിരിക്കും? സെയിം ആയിരിക്കും, നേരത്തെ പോയതുപോലെ. ക്ലിയർ അല്ലേ? മീൻസ് ഇറ്റ് ഈസ് അത്രേ ഉള്ളൂ കാര്യം. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾ ആൻഡ് ആംഗിൾസ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോവുകയാണ്. അത് അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.